നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഒരു പ്രതീക്ഷയില്ല LSGക്ക്. പക്ഷെ RRനാണെങ്കിൽ കൊട്ടക്കണക്കിന് പ്രതീക്ഷയാണ്. LSG പുറത്താണ്, എലിമിനേറ്റഡ് ആണ്. RRോ ഇന്നലെ CSK പൊട്ടിയതോടുകൂടി കാര്യങ്ങൾ അവർക്ക് അനുകൂലമാണ്. 2 കളി, ഈ കളി ജയിക്കണം, അടുത്ത കളി MIക്കെതിരെ ജയിക്കണം. അവർ പ്ലേ ഓഫിലേക്ക് എത്തും. അതിന് സാധിക്കുമോ RRന് എന്നുള്ളതാണ് ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ മത്സരം ജയ്പൂരിലാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 RR വേഴ്സസ് LSG പോരാട്ടം. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ടീം ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഡൗട്ട്ഫുള്ളാണ്. കാരണം അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനും ഉണ്ട്, അതുപോലെ എൽബോക്കും ഇഷ്യൂസ് ഉണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം മിസ്സിംഗ് ആയിരുന്നല്ലോ. അതുപോലെ തന്നെ റിയാൻ പരാഗിൻ്റെ ഫിറ്റ്നസ്, അദ്ദേഹത്തിന് ആംസ്ട്രിങ് നിഗിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെയുണ്ട്. ഏതായാലും ഒരുപാട് കംഫർട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ അദ്ദേഹം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രവി സിംഗ്, അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഡെബ്യൂ നടത്തിയിരുന്നു. അദ്ദേഹം ഇപ്പം പരിക്കിൻ്റെ ഇഷ്യൂവിലാണ് എന്ന ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചില മാറ്റങ്ങൾ നമ്മൾ RRൻ്റെ പ്ലേയിങ് ലെവലിൽ പ്രതീക്ഷിക്കണം. പ്ലേയിങ് 12 അപ്പോൾ ആരൊക്കെ നോക്കാം. രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിൽ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി രണ്ടുപേരും ചേർന്നുള്ളൊരു വെടിക്കെട്ട് തുടക്കം അവർക്ക് കിട്ടേണ്ടതുണ്ട്. വൈഭവ് കുറച്ചുകൂടി കൺസിസ്റ്റൻസി കാണിക്കുമ്പോൾ യശസ്വി ജയ്സ്വാളിന് എവിടെയോ അത് നഷ്ടമായ ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ധ്രുവ് ജുറൽ, റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മയർ കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഡൊണാവൻ ഫെരീറ. നമ്പർ 7 ശുഭൻ ദ്യൂബെ, ദെൻ ദാസുൻ ഷനാക്ക, ജോഫ്രെ ആർച്ചർ. നമ്പർ 10 ബ്രിജേഷ് ശർമ്മയോ സുശാന്ത് മിശ്രയോ ഇറങ്ങും. നമ്പർ 11 തുഷാർ ദേശ്പാണ്ഡെ, ദെൻ യാഷ് രാജ് പുഞ്ച. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബബിൾ 12. മറുഭാഗത്ത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിൽ ഇഡൻ മാർക്രം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഫോർ പേഴ്സണൽ റീസൺ. സോ അദ്ദേഹം അവസാന 2 മത്സരങ്ങൾക്ക് അൺഅവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഓവർസീസ് ഓപ്ഷൻസ് അവർ പരിഗണിക്കും. ദെൻ മറ്റൊരു റിസർവ് ഓവർസീസ് ബാറ്റർ എന്ന് പറയാനുള്ളത് മാത്യു ബ്രീഡ്സ്കിയാണ് നോക്കുക. അദ്ദേഹവും സ്ക്വാഡ് വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ അവർ ഓവർസീസ് താരത്തെ ഇറക്കാനാണ് സാധ്യത. അപ്പോൾ LSG ഒരു പക്ഷേ അവസാനത്തെ 2 മത്സരങ്ങൾ 3 ഓവർസീസ് പ്ലേയേഴ്സിനെ വെച്ച് മാത്രം കളിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ജോർജ് ലിൻഡയെ സ്ക്വാഡിലേക്ക് മടക്കി കൊണ്ടുവരണം. പക്ഷേ ഷഹബാസ് അഹമ്മദ് നല്ല രൂപത്തിൽ ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയും കുറവാണ്. സോ ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു പ്രോബബിൾ 12 നോക്കിയാൽ മിച്ചൽ മാർഷ്, ജോഷ് ഇംഗ്ലീസ്, നിക്കോളാസ് പൂറൻ, ദെൻ ഋഷഭ് പന്ത്, അബ്ദുൽ സമദ്, അക്ഷത് രഘുവൻഷി, മുകുൽ ചൗധരി, ഷഹബാസ് അഹമ്മദ്, മുഹമ്മദ് ഷാമി, മായങ്ക് യാദവ്, ആകാശ് സിംഗ്, പ്രിൻസ് യാദവ്. അപ്പോൾ എന്തായാലും LSGക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നേടാനുമില്ല. അപ്പോൾ അവർ നല്ല പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം RR അവർക്കൊരു ലക്ഷ്യമുണ്ട്, നേടാൻ ഒരുപാട് മുന്നിലുണ്ട്. അതിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.